2019 തെരഞ്ഞെടുപ്പിൽ UDFിനെ സഹായിച്ചുവെന്ന നിർണായക വെളിപ്പെടുത്തലുമായി BJP നേതാവ്. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിനെ സഹായിച്ചുവെന്ന് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ജയരാജ് കൈമൾ. ജയരാജ് കൈമളിന്റെ ശബ്ദ സംഭാഷണം റിപ്പോർട്ടറിന് ലഭിച്ചു. UDF പ്രചാരണത്തിന് തന്റെ സംഘം സഹായിച്ചു. ആറ്റിങ്ങലിലെ ഇരട്ട വോട്ടുകൾ കണ്ടെത്തി വിവരങ്ങൾ അടൂർ പ്രകാശിന് കൈമാറിയത് താനാണെന്നും ജയരാജ് കൈമൾ പറഞ്ഞു. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ആക്ടിംഗ് UDFന്റെ സ്ഥാനാർത്ഥി മത്സരിച്ച സമയത്ത് അടൂർ പ്രകാശ് he have identified something around 80 to 1 lakh proxy voters Attingal. So what they did, they directly went to the returning officer, also district collector ആയിരിക്കും returning officer, അവരോട് പറഞ്ഞു, and district collector immediately issued a warning. She made a press conference and immediately issued a warning. Those who are going to go for proxy, the 2-year imprisonment. ചരിത്രത്തിൽ ആദ്യമായിട്ട് ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു കോൺഗ്രസ് കാൻഡിഡേറ്റ് ജയിച്ചു. 45,000. ഒരു ലെഫ്റ്റ് ഡോമിനേറ്റഡ് കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് ജയിച്ചു. ഇറ്റ് ഹാസ് ഫ്രം സം ഓഫ് ദ മെമ്പേഴ്സ് ഇൻ അവർ ടീം. ഞങ്ങളുടെ കുറച്ച് മെമ്പേഴ്സ് അദ്ദേഹത്തിന്റെ ക്യാമ്പയിന്റെ ഭാഗമായിരുന്ന ആളുകൾ ഞങ്ങളുടെ ഒഫീഷ്യലി. റോഷിപാൽ വിശദാംശങ്ങളുമായി. റോഷിപാൽ, ഇവിടെ BJP നേതാവ് പറയുന്നത് UDF സ്ഥാനാർത്ഥിയെ സഹായിച്ചു എന്നാണ്, അടൂർ പ്രകാശിനെ സഹായിച്ചു എന്നാണ്. നികേഷ്, ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ചൂടുപിടിക്കുന്ന ഘട്ടത്തിലാണ് UDFിനെയും BJPയെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്ന വെളിപ്പെടുത്തലുമായി BJP സംസ്ഥാന നേതാവ് രംഗത്തെത്തുന്നത്. ഇത് മറ്റൊരു നേതാവിനോട് പറയുന്ന കാര്യങ്ങളാണ്. അതിന്റെ ഒരു ശബ്ദ സംഭാഷണമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം വളരെ വലിയ പ്രചാരണം നടന്നു. BJPക്ക് അനുകൂലമായ അല്ലെങ്കിൽ BJPക്ക് വലിയ മത്സരം നടന്നു. പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലൊന്നായിരുന്നു ആറ്റിങ്ങൽ. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശിന് വേണ്ടി BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ സെക്രട്ടറി ജയരാജ് കൈമൾ സഹായം നൽകി എന്ന വെളിപ്പെടുത്തൽ ജയരാജ് കൈമൾ തന്നെ നടത്തുന്നു. അന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ സെക്രട്ടറി കൂടിയായിരുന്നു ജയരാജ് കൈമൾ. ഏതായാലും പിന്നീട് ഇപ്പോൾ ഏതാണ്ട് 3 വർഷക്കാലമായി BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ സെക്രട്ടറി ചുമതലയിൽ ജയരാജ് കൈമൾ തുടരുന്നു. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ സെക്രട്ടറി സ്വാഭാവികമായും സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ പങ്കെടുക്കുന്ന ഒരു പ്രതിനിധി കൂടിയാണെന്ന പ്രത്യേകതയുണ്ട്. ഇത്തരത്തിൽ ഏറ്റവും ഉന്നത പദവിയിലിരിക്കുന്ന ഒരു നേതാവിൻ്റെതാണ് വെളിപ്പെടുത്തൽ. വളരെ ഗൗരവമുള്ളതാണ്. ഒന്ന്, ഇരട്ട വോട്ട്, ഈ മണ്ഡലത്തിലെ ഇരട്ട വോട്ടുകൾ താൻ കണ്ടെത്തുന്നു. അത് UDF സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശിനെ അറിയിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അടൂർ പ്രകാശ് ജില്ലാ കളക്ടറെ അറിയിക്കുന്നു. ജില്ലാ കളക്ടർ വാർത്താ സമ്മേളനം നടത്തി ഇരട്ട വോട്ട് ചെയ്താൽ 2 വർഷം തടവ് ശിക്ഷ ലഭിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു. ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തിയത് കൊണ്ട് മാത്രമാണ് ഇടതു സ്വാധീനമുള്ള ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ചരിത്രത്തിലാദ്യമായി കോൺഗ്രസ് വിജയിക്കുന്നത്. കോൺഗ്രസ് ഏതാണ്ട് 38,400 വോട്ടുകൾക്ക് അടൂർ പ്രകാശ് വിജയിക്കുന്നത് എന്ന അവകാശവാദം ജയരാജ് കൈമൾ, BJP നേതാവായ ജയരാജ് കൈമൾ ഉന്നയിക്കുന്നു. അതിനൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അടൂർ പ്രകാശിന്റെ പ്രചാരണത്തിൽ ഞങ്ങളുടെ ഒരു സംഘം പ്രവർത്തിച്ചിരുന്നു എന്ന മറ്റൊരു വെളിപ്പെടുത്തൽ കൂടിയുണ്ട്. ഒന്ന്, ശോഭാ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാവാണ്. ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണോ ഇത്തരം ഒരു പ്രവർത്തനം ജയരാജ് കൈമൾ നടത്തിയത്, അല്ലെങ്കിൽ കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടിയാണോ ജയരാജ് കൈമൾ ഇത്തരം പ്രവർത്തനം നടത്തിയത് എന്നതിന്റെ ഉത്തരം പറയേണ്ടത് BJP സംസ്ഥാന ദേശീയ നേതൃത്വമാണ്. കാരണം ദേശീയ നേതൃത്വവുമായി ഏറെ അടുപ്പമുള്ള ഒരു നേതാവ് കൂടിയാണ് ജയരാജ് കൈമൾ. നേരത്തെ തന്നെ DYFI സംസ്ഥാന നേതൃത്വം കോൺഗ്രസുമായി ബന്ധപ്പെടുത്തി VK സനോജ് അടക്കം ജയരാജ് കൈമളിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ കഴിഞ്ഞ 2 മാസം മുമ്പ് ഉന്നയിച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടി ഈ ശബ്ദരേഖ, ഈ ശബ്ദ സന്ദേശത്തിന് വലിയ ഗൗരവമുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ BJP നേതൃത്വത്തിന്റെ അടക്കം പ്രതികരണം വരേണ്ടിയിരിക്കുന്നു. അന്ന് ശോഭാ സുരേന്ദ്രൻ ഏറ്റവും മികച്ച BJPയുടെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു സ്ഥാനാർത്ഥി കൂടിയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. 2 ലക്ഷത്തിലേറെ വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ പിടിച്ചിരുന്നു. അവിടെ നേരത്തെ തന്നെ പലയിടങ്ങളിലും തന്നെ കാലുവാരാൻ BJPയിലെ ചില നേതാക്കൾ ശ്രമിക്കുന്നുവെന്ന പരാതി ശോഭാ സുരേന്ദ്രൻ പല ഘട്ടത്തിലായി ഉന്നയിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടി ഈ ജയരാജ് കൈമളിന്റെ ഈ ശബ്ദ സംഭാഷണം അത് പ്രസക്തമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ സ്വാഭാവികമായും BJP നേതൃത്വത്തിന്റെ ഇടപെടൽ അനിവാര്യമാണ്. ഏതായാലും എങ്ങനെയാണ് ഈ ഇരട്ട വോട്ടുകൾ ജയരാജ് കൈമൾ കണ്ടെത്തിയത് എന്നും ഗൗരവമായ കാര്യമാണ്. ആ കാര്യത്തിൽ ഒരു അന്വേഷണവും അനിവാര്യമാണ്. കാരണം എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയില്ല ഇരട്ട വോട്ടുകൾ എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ തവണ UDF അന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സംസ്ഥാനത്ത് ആകമാനം വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുകളുണ്ടെന്ന് ഒരു വാർത്താ സമ്മേളനം വിളിച്ച്
അതിൻ്റെ രേഖകൾ പുറത്തുവിട്ടതിൽ സർക്കാർ അന്വേഷണം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം ഉൾപ്പെടെ നടത്തിയിരുന്നു. അതിൽ ഈ രേഖ പുറത്തുവിട്ടതുമായി ബന്ധപ്പെട്ടത് കുറ്റകൃത്യമാണെന്ന് വരെ കണ്ടിരുന്നു. റോഷിപാൽ, ആറ്റിങ്ങലിൽ കഴിഞ്ഞ ലോക്സഭാ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശിനെ കോന്നിയിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു UDF ആ മണ്ഡലം പിടിക്കുന്നതിന് വേണ്ടി. മാത്രമല്ല, നമുക്കറിയാവുന്നതുപോലെ ഒരു ഈഴവ സാന്നിധ്യമുള്ള ലോക്സഭാ മണ്ഡലം എന്നുള്ള നിലയിൽ അടൂർ പ്രകാശ് ആ നിയമസഭയിലെ ഏക ഈഴവാംഗമായി തുടരുന്നതിനിടയിലാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ ഏക ഈഴവാംഗമായി തുടരുന്നതിനിടയിലാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശിനെ ആറ്റിങ്ങലിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അവിടെ അടൂർ പ്രകാശ് അവകാശപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളാണ് ഇരട്ട വോട്ട് കണ്ടെത്തിയത് എന്നുള്ളതാണ്. ഈ BJP നേതാവ് പറയുന്നു ഞങ്ങളാണ് ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയിട്ടുള്ളത്, 25,000-ൻ്റെ 80,000-ൻ്റെ ഒക്കെ കണക്ക് പറയുന്നു. അത് UDFിനെ ധരിപ്പിക്കുകയായിരുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. മാത്രമല്ല, ഞങ്ങളുടെ കുറച്ചു പേര് UDFിൻ്റെ സംഘത്തിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് സാധൂകരിക്കപ്പെടുക? വളരെ പ്രധാനപ്പെട്ട നേരത്തെ റോഷിപാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിയായിരുന്നു ഉണ്ടായിരുന്നത്. ശോഭാ സുരേന്ദ്രൻ ഒരുപക്ഷെ BJPക്ക് മറ്റൊരിടത്തും സാധ്യമാകാത്ത വിധത്തിൽ അത്ഭുതകരമായി വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്യുകയും ഉണ്ടായി. പക്ഷേ ജയിക്കാനായില്ല എന്നുള്ളതാണ്. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ശോഭാ സുരേന്ദ്രൻ അന്ന് പറഞ്ഞത് തനിക്ക് BJP വോട്ടുകൾ കൂടുതലായി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവിടെ കൂടുതലായി ഇത്തരത്തിലുള്ള വലിക്കലുകൾ ഉണ്ടായതുകൊണ്ടാണോ താൻ ജയിക്കാത്തത് എന്നാണ് അന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതെന്ന് കൂട്ടി വായിക്കേണ്ടതുണ്ടോ ഇപ്പോൾ? നികേഷ്, അത്തരത്തിൽ ഒരു സംശയം ഉയർത്തുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ ഒരുപക്ഷെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ വോട്ട് 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ ND സ്ഥാനാർത്ഥിയെ മത്സരിച്ച ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ശബരിമല സമരത്തിൽ അന്ന് ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്ന നേതാവ് കൂടിയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. അതടക്കം അനുകൂലമായ ഘട്ടം. പക്ഷേ അവിടെ സംഘടനാ സംവിധാനം കൃത്യമായി പ്രവർത്തിച്ചിരുന്നില്ല, BJP വോട്ടുകൾ കൃത്യമായി തനിക്ക് ലഭിച്ചിരുന്നില്ല എന്ന പരാതി ശോഭാ സുരേന്ദ്രൻ ഉയർത്തുന്നുണ്ട്. ഒരുപക്ഷെ അത്തരത്തിൽ വോട്ടുകൾ കൂടി ലഭിച്ചിരുന്നെങ്കിൽ താൻ വിജയിക്കുമെന്ന ഒരു വിശ്വാസം ശോഭാ സുരേന്ദ്രനുണ്ട്. ആ ഘട്ടത്തിൽ തന്നെ ഈ ജയരാജ് കൈമളന്ന BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ സെക്രട്ടറി, ദേശീയ നേതൃത്വവുമായി ഏറെ അടുപ്പമുള്ള ഈ വ്യക്തി, ഈ നേതാവ് ആറ്റിങ്ങലിൽ UDF സ്ഥാനാർത്ഥി, എതിർ സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശിന് വേണ്ടി സഹായം നൽകി. അടൂർ പ്രകാശിന് ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നു. അടൂർ പ്രകാശിന്റെ പ്രചാരണ സംഘത്തിൽ ഒരു സംഘത്തെ നിയമിക്കുന്നു. അതിൽ ജയരാജ് കൈമൾ നേരിട്ട് പങ്കെടുത്തോ എന്ന കാര്യത്തിലടക്കം വ്യക്തത വരേണ്ടതുണ്ട്. ജയരാജ് കൈമളുടെ വിശദീകരണം വേണം, അടൂർ പ്രകാശിന്റെ വിശദീകരണം. ഏതായാലും BJP ഓഫീസിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ സെക്രട്ടറിക്ക് എങ്ങനെ എതിർ സ്ഥാനാർത്ഥി, അതും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിൽ പങ്കെടുക്കാൻ കഴിയും? കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിന് ആളുകളെ അയക്കാൻ കഴിയും എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. മാത്രവുമല്ല, അവിടെ മത്സരിച്ച ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണോ ഇത്തരമൊരു നീക്കം സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ സെക്രട്ടറിയായ ജയരാജ് കൈമളിന്റെ നേതൃത്വത്തിൽ നടന്നത് എന്ന ചോദ്യവും ഉത്തരം കിട്ടാതെയുണ്ട്. ഏതായാലും ഈ ജയരാജ് കൈമൾ റോഷിപാലിലേക്ക് വരാം. ബിജു രമേശ് നമ്മോടൊപ്പം.